ഇന്ന് അതിന്റെ ബാക്കി പോർഷനിലേക്ക് പോവാം. ഇനിയിപ്പോ വരുന്നത് കോമ്പിനേഷണൽ സർക്യൂട്ട്സ് ആണ്. ഇവിടുന്നും ഒരുപാട് ഡിസൈൻ ഓഫ് കോമ്പിനേഷണൽ സർക്യൂട്ട്, അതായത് ആഡർ ഡിസൈൻ ചെയ്യാൻ പറ്റും, ആഡർ, സബ്ട്രാക്ടർ, ദെൻ കൗണ്ടേഴ്സ്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കൗണ്ടേഴ്സ് കോമ്പിനേഷൻ സർക്യൂട്ട് വെച്ച് ഡിസൈൻ ചെയ്യാം. ഇപ്പോൾ കോമ്പിനേഷൻ സർക്യൂട്ട് എന്താ നമുക്കറിയാം, ദ സർക്യൂട്ട് ദാറ്റ് ഷോസ് ദ ഇമ്മീഡിയറ്റ് റെസ്പോൺസ് ടു ദ ഇൻപുട്ട്. ഇൻപുട്ടിൽ നമ്മൾ കൊടുക്കുന്ന വാല്യൂവിനനുസരിച്ച് ഇമ്മീഡിയറ്റ് റെസ്പോൺസ് കാണിക്കുന്ന ഡിജിറ്റൽ സർക്യൂട്ട്സിനെയാണ് നമ്മൾ എന്ത് പറയുക, കോമ്പിനേഷണൽ സർക്യൂട്ട് എന്ന് പറയുന്നത്. സാധാരണഗതിയിൽ ലോജിക് ഗേറ്റ്സ്, രജിസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പ് ഓഫ് സെൽസിനെയാണ് നമ്മൾ പറയുന്നത്. രജിസ്റ്റേഴ്സ്, ആഡേഴ്സ്, സബ്ട്രാക്ടേഴ്സ്, ഇതിനെയൊക്കെ നമ്മൾ കോമ്പിനേഷൻ സർക്യൂട്ടിന്റെ അണ്ടറിലാണ് വെക്കുന്നത്. ഒരൊറ്റ സെക്കൻഡ്, 1 സെക്കൻഡ്. ഓക്കെ, ഐ എം ബാക്ക്. ദെൻ നമ്മൾ ഇവിടെ 2 സർക്യൂട്ട് കണ്ടു. ഇത് നാൻഡ് ഗേറ്റ് ആണ് അല്ലെ. നാൻഡ് ഗേറ്റ് എന്ന് പറഞ്ഞാൽ നോട്ട് ആൻഡ് നോട്ട് എന്നാണ് പറയും. അതിന്റെ ട്രൂത്ത് ടേബിൾ അവരായിട്ട് തന്നിട്ടുണ്ട്. പിന്നെ ഒറ്റ സെക്കൻഡ്, യൂണിവേഴ്സൽ ഗേറ്റ്. ഓക്കെ, ഇത് ആർഡറിലേക്ക് പോകുന്നതിന് മുമ്പ് സർക്യൂട്ട്സ് ഡിസൈൻ ചെയ്യുമ്പോൾ യൂണിവേഴ്സൽ ഗേറ്റ് എന്ന് പറഞ്ഞിട്ടൊരു കൺസെപ്റ്റ് ഉണ്ട്. യൂണിവേഴ്സൽ ഗേറ്റ്സ്, ഇപ്പൊ പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം, എല്ലാ ഗേറ്റിനും പകരമായിട്ട് ചില ഗേറ്റുകളെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അതായത് നമുക്കിപ്പോൾ നോട്ട് ഗേറ്റ് വേണം, പക്ഷെ നമ്മുടെ കയ്യിൽ നോട്ട് ഗേറ്റ് ഇല്ല, പകരം നാൻഡോ നോറേ ഉള്ളൂ എങ്കിൽ അതിനെ നമുക്ക് ചില സ്പെഷ്യൽ കണക്ഷൻസ് യൂസ് ചെയ്ത് നോട്ട് ഗേറ്റ് ആക്കി മാറ്റാം. അതുപോലെ നാൻഡ് നോറ ഗേറ്റുകൾക്ക് ബാക്കിയുള്ള എല്ലാ ഗേറ്റ്സിന്റെയും ഫങ്ഷൻസ്, നാൻഡ് നോർ ഈ 2 ഗേറ്റുകൾക്ക് ബാക്കിയുള്ള എല്ലാ ഗേറ്റ്സിന്റെയും ഫങ്ഷൻസ് എക്സിബിറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. അതുകൊണ്ട് നാൻഡ് ഗേറ്റിനെയും നോർ ഗേറ്റിനെയും നമ്മൾ യൂണിവേഴ്സൽ ഗേറ്റ്സ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ ഒരെണ്ണം ചെയ്ത് കാണിക്കാം, അതുപോലെ തന്നെയാണ് ബാക്കി എല്ലാത്തിൻ്റെയും. അപ്പം ഒരു നോട്ട് ഓപ്പറേഷൻ വേണം, അത് നാൻഡ് ഗേറ്റ് വെച്ചിട്ടാണ് വേണ്ടതെങ്കിൽ ഒരു സിംഗിൾ ഇൻപുട്ട് നാൻഡ് ഗേറ്റ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു നോട്ട് ഓപ്പറേഷൻ പെർഫോം ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഇൻവെർട്ടർ ആയിട്ട് അത് വർക്ക് ചെയ്യും. അപ്പൊ ഇവിടെ എ ആണെന്നുണ്ടെങ്കിൽ എ ബാറാണ് ഔട്ട്പുട്ട് വരേണ്ടത് അല്ലെ. അപ്പൊ ഇവിടെ A1 ആണെങ്കിൽ എ ബാർ എന്ത് വരും, A1 ആണെങ്കിൽ ഇവിടെ എന്ത് വരണം, ഇവിടെ ഒരു 1 കൊടുത്തു അല്ലെ, ഇവിടെയും ഒരു 1 കൊടുത്തു. അപ്പൊ 1ഉം 1ഉം ഹൈ ആണ് ആൻഡിന്റെ കേസിൽ, നാൻഡിന്റെ കേസിൽ അത് എന്ത് വരും, ലോ വരും അല്ലെ. ട്രൂത്ത് ടേബിളൊക്കെ ഒന്ന് ബൈഹാർട്ട് ചെയ്യണേ. ഇവിടെ 0 ആണ് കൊടുക്കുന്നതെങ്കിൽ 0യും 0യും 0 ആണ് ആൻഡിന്റെ കേസിൽ, പക്ഷെ നാൻഡിന്റെ കേസിൽ അത് 1 വരും അല്ലെ. അപ്പൊ ഒരു സിംഗിൾ ഇൻപുട്ട് നാൻഡ് ഗേറ്റിന് നോട്ട് ഗേറ്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ ഒരു നാൻഡ് ഗേറ്റിനെ ആൻഡ് ആക്കി മാറ്റാനായിട്ട് വളരെ എളുപ്പമാണ് അല്ലെ. എന്ത് ചെയ്താൽ മതി, നമ്മുടെ കയ്യിലൊരു നാൻഡ് ഗേറ്റ് ഉണ്ട് അല്ലെ, അതിന്റെ അണ്ടറിൽ ഒരു സിംഗിൾ ഇൻപുട്ട് ഒരു നാൻഡ് ഗേറ്റിലൂടെ കൊടുത്താൽ പോരെ. ഇവിടെ എയും ഉണ്ട് ബിയും ഉണ്ട് അല്ലെ. എ ബി ബാർ ആണ്, ഇവിടെ വന്നു കഴിയുമ്പോൾ അത് എന്ത് വരും, എ ബി ബാർ ദി ഹോൾ ബാർ എന്ന് വരും അല്ലെ. അപ്പൊ അത് എന്ത് വരും, എ ബിയും തന്നെ കിട്ടും. എ ബി ആണ് ഏത്,
ആൻഡ് ഗേറ്റ് അല്ലെ, ആൻഡ് ഗേറ്റ് എന്ന് പറഞ്ഞാൽ എ ഡോട്ട് ബി ആണ്. അതുപോലെ ഓർ ഗേറ്റ് ആക്കി മാറ്റണം എന്നുണ്ടെങ്കിൽ തന്നിട്ടുണ്ട്, ഇത് ഓർ ഗേറ്റ് ആക്കി മാറ്റിയതാണ്. സോറി, ഇത് ഓർ ഗേറ്റ് ആക്കി മാറ്റിയതാണ്. ഇതുണ്ട്, ഇവിടെ സിംഗിൾ ഇൻപുട്ട് ആൻഡ് ഗേറ്റ് ആണ്. സിംഗിൾ ഇൻപുട്ട് ആൻഡ് ഗേറ്റ് വരുമ്പോൾ എ എന്ന് പറയുമ്പോൾ എന്ത് വരും? സിംഗിൾ ഇൻപുട്ട് ആൻഡ് ഗേറ്റ് നോട്ടാണ് അല്ലെ, എ ബാർ വരും. ഇവിടെ ബി ബാർ വരും അല്ലെ. ഇവിടെ എന്ത് വരും? എ ബാർ ഡോട്ട് ബി ബാർ ആണ്. നാൻഡ് ആയതുകൊണ്ട് ഹോൾ ബാർ വരും. ഡിമോർഗൻസ് തിയറം അപ്ലൈ ചെയ്യുമ്പോൾ എ ബാർ ദ ഹോൾ ബാർ പ്ലസ് ബി ബാർ ദി ഹോൾ ബാർ എന്ന് വരും. അപ്പൊ എന്ത് വരും? എ പ്ലസ് ബി എന്ന് വരും അല്ലെ. അപ്പൊ അതെന്തായി? നാൻഡ് ഗേറ്റ് തന്നെ കാസ്കേഡ് ചെയ്ത് ചില പർട്ടിക്കുലർ രീതിയിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് എന്ത് കിട്ടി? നോറ് കിട്ടി, സോറി ഓർ ഗേറ്റ് കിട്ടി. ഇനി അത് നോറാക്കണം എന്ത് ചെയ്താൽ മതി? ഇതിന്റെ അടുത്തേക്ക് ഒരു സിംഗിൾ ഇൻപുട്ട് നാൻഡ് ചേർത്താൽ മതി അല്ലെ. ഓറിന്റെ കൂടെ ഒരു നോട്ട് ഗേറ്റ് ചേർക്കുമ്പോഴാണ് അത് നോർ ഗേറ്റ് ആവുന്നത്. അപ്പൊ ഇവിടെ ഇത്രയും വന്നപ്പോ അത് ഓറാണ്. അത് നോറാക്കാൻ വേണ്ടി അതിന്റെ എൻഡിലൊരു സിംഗിൾ ഇൻപുട്ട് എന്ത് ചെയ്താൽ മതി? നാൻഡിനെ ചേർത്താൽ മതി. ഈ സെയിം ഡയഗ്രം തന്നെയാണ് നോർ ഗേറ്റിനും ഉള്ളത്. നോർ ഗേറ്റ് വെച്ചിട്ട് നിങ്ങൾക്ക് എല്ലാ ഗേറ്റും പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ളത്. പിന്നെ എക്സാമ്പിൾസ് ഓഫ് കോമ്പിനേഷൻ ഇന്നത്തെ ആർഡർ ഉണ്ട്. അതിൽ ഹാഫ് ആർഡർ, ഫുൾ ആർഡർ രണ്ട് രീതിയിലുണ്ട്. ഈ ഹാഫ് ആർഡർ എന്ന് പറഞ്ഞാൽ അറ്റ് എ ടൈം നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുന്നത് 2 ബിറ്റ്സിനെ ആയിരിക്കും, 2 ബിറ്റ്സിനെ ആയിരിക്കും. അപ്പൊ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. നമുക്കിപ്പോ ഒരു ബൈനറി നമ്പർ 1010 പ്ലസ് 1100 എന്നുണ്ടെങ്കിൽ ഇത് ഒരുമിച്ചല്ല നമ്മൾ ആഡ് ചെയ്യുന്നത്, മനസ്സിലായോ? 4 ബിറ്റ് നമ്പർ, 2 4 ബിറ്റ് നമ്പേഴ്സ് ആഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ, 2 4 ബിറ്റ് നമ്പേഴ്സ് ആഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ 4 ബിറ്റ് ആയതുകൊണ്ട് 4 സ്റ്റേജ് ആഡേഴ്സ് ഇവിടെ ഉപയോഗിക്കേണ്ടി വരും. ആഡേഴ്സ് ഇവിടെ ഉപയോഗിക്കേണ്ടി വരും. അപ്പൊ ഹാഫ് ആർഡർ ആണെങ്കിൽ അതിന് 2 ബിറ്റിനെ മാത്രമേ എടുക്കാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞപ്പോ ക്യാരി ഒക്കെ വരുന്ന കേസിൽ കൊണ്ട് എവിടെയൊക്കെ 0 വന്നിട്ട് ക്യാരി വരും അല്ലെ, നമ്മൾ റൂള് പഠിച്ചതാ. പക്ഷെ ഈ ക്യാരി എടുക്കാനുള്ള ഒരു കപ്പാസിറ്റി ആർക്കില്ല? നമ്മളുടെ ഹാഫ് ആർഡറിന് ഇല്ല. ഫുൾ ആർഡർ എന്ന് പറയുമ്പോൾ 3 ബിറ്റ്സിനെ അതിന് അറ്റ് എ ടൈം ആഡ് ചെയ്യാൻ പറ്റും, ദാറ്റ് ഈസ് ഇൻക്ലൂഡിങ് ദ ക്യാരി. ഇനി നമ്മൾ ശരിക്കും ആർഡറിന്റെ ട്രൂത്ത് ടേബിൾ കണ്ടതല്ലേ? ആർഡർ എങ്ങനെയൊക്കെയാ വരുന്നത്? 0 വരുമ്പോൾ ഇത് I1 I2 സമ്മ് ക്യാരി, സമ്മ് 0 ക്യാരി 0 അല്ലെ. 0 1 വരുമ്പം സമ്മ് 1 ക്യാരി 0, 1 0 വരുമ്പം സമ്മ് 1 ക്യാരി 1 1 വരുമ്പം സമ്മ് 0 ക്യാരി 1. ഇങ്ങനെയാ പഠിച്ചത് അല്ലെ. അപ്പം ഇവിടെ നോക്കിയേ, ഇവിടെ ഒരു ഇൻപുട്ടേ ഹൈ ആയുള്ളൂ, ഇവിടെ ഒരു ഇൻപുട്ടേ ഹൈ ആയുള്ളൂ. അപ്പൊ സം ഔട്ട്പുട്ട് ഹൈ ആയി അല്ലെ. ഓഡ് നമ്പർ ഓഫ് വൺസ് ഹൈ ആവുമ്പോൾ ഔട്ട്പുട്ട് ഹൈ കാണിക്കുന്നത് എക്സോർ ഗേറ്റ് ആണ്. അപ്പം സം എടുക്കാൻ വേണ്ടിയിട്ട് ആര് മതി? എക്സോർ ഗേറ്റ് മതി. പിന്നെ ഇവിടെ കണ്ടോ, 2 ഇൻപുട്ട് ഹൈ ആവുന്ന കേസിൽ മാത്രമേ അത് ക്യാരി കാണിക്കുന്നുള്ളൂ അല്ലെ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ക്യാരി ഔട്ട്പുട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഒരു ആൻഡ് ഗേറ്റ് വെച്ചാൽ മതി. ഇങ്ങനെയാണ് നമ്മൾ ട്രൂത്ത് ടേബിൾ യൂസ് ചെയ്തിട്ട് സർക്യൂട്ട് ഡിസൈൻ ചെയ്യുന്നത്. ഇതിപ്പോ ഒരു ആർഡർ സർക്യൂട്ട് ആണ്. നിങ്ങളുടെ ബുക്കിൽ ഡയഗ്രം കാണാം, അത് പഠിച്ചാൽ മതി. അയ്യോ, ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ഡയഗ്രം ആയിരുന്നു. ഇത്രയും കഷ്ടപ്പെട്ട് വരയ്ക്കൊന്നും വേണ്ട, നെറ്റിലൊക്കെ സെർച്ച് ചെയ്ത സിമ്പിൾ ഡയഗ്രം കിട്ടും. ഇവിടെ ഞാൻ വരച്ചതാണെങ്കിൽ 2 ഇൻപുട്ടാണ്, അത് എയും ഉണ്ട്. ഇതിവിടെ വരുമ്പോൾ നോട്ട് ഗേറ്റ് കണക്ട് ചെയ്തുകൊണ്ട് എ ബാർ വരും. ഇവിടെ നോട്ട് ഗേറ്റ് കണക്ട് ചെയ്തത് ബി, ഇവിടെ ബി ബാർ വരും അല്ലെ. ഇത് കണക്ട് ചെയ്ത് കൊടുത്താൽ മതി, കറക്റ്റ് ആയിട്ട് കിട്ടും. അല്ല നെറ്റിൽ നിങ്ങൾക്ക് ആ പിക്ചർ അവൈലബിൾ ആണ്. ഇത് പിക്ചറിന് കുഴപ്പമൊന്നുമില്ല, ഇച്ചിരി വലിച്ചു വാരി വരച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ. ഇത്രയൊന്നും
സാഹസം കാണിക്കേണ്ട ആവശ്യമില്ല, അല്ലാതെ തന്നെ സിമ്പിൾ ആയിട്ട് കിട്ടും. കെ മാപ്പ് വെച്ച് ചെയ്യണം എന്നുമില്ല. കെ മാപ്പ് വെച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ എങ്ങനെ നമ്മൾ ചെയ്യാം? 2 വേരിയബിൾ കെ മാപ്പ് വയ്ക്കും അല്ലെ. 0 0 0 1 1 0 1 1 വയ്ക്കും. എന്നിട്ട് ക്യാരി ബിറ്റ് നമുക്ക് സമ്മാണ് ഇവിടെ വേണ്ടത് അല്ലെ. സമ്മിന്റെ ആണ് ഇവിടെ കണ്ടത്. ഒരു സം എടുത്തിട്ടുണ്ട്. 1 വരുമ്പോൾ 0 1 വരുമ്പോൾ സമ്മ് 1 ആണ്. 2 വരുമ്പോഴും സമ്മ് 1 ആണ്. എന്നിട്ട് നമ്മൾ അതിന് സിംപ്ലിഫൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഫുൾ ആഡർ ഉണ്ട്. ഫുൾ ആഡറിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഫുൾ ആഡറിന്റെ അകത്ത് 3 ഇൻപുട്സ് ആയിരിക്കും വരുന്നത്. ഒരു ഒറ്റ സെക്കൻഡ്, എൻ്റെ ത്രോട്ട് അത്ര ശരിയല്ല. ഞാൻ ഇപ്പൊ തിരിച്ചു വരാം. എക്സിറ്റ് ആയി പോകുകയൊന്നും ചെയ്യരുത്. ഒരൊറ്റ മിനിറ്റ്. ഓക്കെ, അപ്പോൾ ഇവിടെ 3 വേരിയബിൾ കെ മാപ്പ് വരുമ്പോൾ 3 ഇൻപുട്സ് ആണ് വരുന്നത്. 3 ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന I1, ഇൻപുട്ട് 1, ഇൻപുട്ട് 2, പിന്നെ പ്രീവിയസ് സ്റ്റേജിൽ നിന്ന് വരുന്ന ക്യാരി ഇന്ന് കണ്ടോ. ഇങ്ങനെ 3 ഇൻപുട്ടുകളായിരിക്കും ഉണ്ട്. അതാണ് അവരിവിടെ കാണിക്കുന്നത്.
അപ്പം 2 ഇൻപുട്ട് ആഡർ അല്ലെങ്കിൽ ഹാഫ് ആഡറിന്റെ ഡ്രോബാക്ക് എന്ന് പറഞ്ഞാൽ അതിന് 2 ഇൻപുട്ടുകളെ മാത്രമേ എടുക്കാൻ പറ്റുള്ളായിരുന്നു. ഇവിടെ വന്നപ്പോൾ നമുക്ക് ക്യാരിയുടെ ഇൻക്ലൂഡ് ചെയ്യാം. അപ്പം ട്രൂത്ത് ടേബിൾ ഓൾറെഡി നമുക്ക് അറിയാലോ അല്ലേ. അപ്പം ഇതിൻ്റെ A+B അല്ലേ, ക്യാരി എന്ന് പറഞ്ഞാൽ A+B വരണം. അപ്പം 0 0 വരുമ്പോൾ 0 ആണ്, 1 വരുമ്പോൾ 1 വരും. നമ്മൾ ഓൾറെഡി റൂള് പഠിച്ചതാണ്. 3 1 വരുമ്പോൾ ക്യാരിയും സമ്മും വരും അല്ലേ. അപ്പോൾ ഈ ട്രൂത്ത് ടേബിൾ അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു കാര്യം മനസ്സിലാവും. ഏതെങ്കിലും ഒരു ഇൻപുട്ട് ഹൈ ആവുന്ന കേസിൽ ഈ സം ഇൻപുട്ട് ഹൈ ആയിട്ടുണ്ട്, ഏതെങ്കിലും ഒരു ഇൻപുട്ട് ഉണ്ട്. ഇവിടെ 2 ഇൻപുട്ട് ഹൈ ആവുന്ന കേസിൽ സമ്മ് 0 ആയി പോയി, ഇവിടെ 2 ഇൻപുട്ട് 0 ആയി പോയി. അപ്പം ഇവിടെയും ഏതെങ്കിലും അല്ല, ഓഡ് നമ്പർ ഓഫ് ഇൻപുട്സ് ഹൈ ആവുന്ന കേസിൽ സമ്മ് 0യും ഈവൻ നമ്പർ ഓഫ് ഇൻപുട്സ് ഈവൻ നമ്പർ ഓഫ് ഇൻപുട്സ് ഹൈ ആവുന്ന കേസിൽ ഔട്ട്പുട്ട് ലോയും, ഓഡ് നമ്പർ ഓഫ് ഇൻപുട്സ് ഹൈ ആവുന്ന കേസിൽ ഔട്ട്പുട്ട് ഹൈയും കാണിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ സമ്മ് എക്സിബിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇവിടെ XOR ഗേറ്റ് വരും. പിന്നെ ക്യാരിയുടെ കേസിലാണെന്നുണ്ടെങ്കിൽ 2 ഇൻപുട്സ് അതായത് 2 ഇൻപുട്ട് എങ്കിലും ഹൈ ആവുന്ന കേസ് വരണുണ്ട്. ഇവിടെ BC ഹൈ ആയി, അപ്പം ഉണ്ട് AC ഹൈ ആയപ്പോൾ ഉണ്ട്, AB ഹൈ ആയപ്പോൾ ഉണ്ട്, ABC ഹൈ ആയപ്പോൾ ഉണ്ട്. അപ്പൊ അത് ആൻഡ് ഗേറ്റ് ആണ്, പക്ഷെ ആൻഡ് ഗേറ്റിലേക്ക് കണക്ഷൻ കൊടുക്കുമ്പോൾ സൂക്ഷിച്ചു കൊടുക്കണം. ഇത് A ബാർ, B, C. അപ്പം B, C എന്താ, ബിയും സിയും ഹൈ ആവുന്ന കേസിൽ ഒരു സമ്മ് എക്സിബിറ്റ് ചെയ്യുന്നുണ്ട്. എയും സിയും ഹൈ ആവുന്ന കേസിൽ സം എക്സിബിറ്റ് ചെയ്യുന്നുണ്ട്. എയും സിയും ഹൈ ആവുന്ന കേസിൽ ഒരു സമ്മ് എക്സിബിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ 3 ആൻഡ് ഗേറ്റ് ഉണ്ട്. പിന്നെ ഈ 3 പേയും ഹൈ ആവുന്ന കേസിലും ഉണ്ട് അല്ലെ. അപ്പൊ ഡയറക്റ്റ് കണക്ഷൻ ഒരു ആൻഡ് ഗേറ്റ് വഴി കൊടുത്താൽ മതി. അപ്പൊ അവിടെയും എന്ത് ചെയ്യുന്നുണ്ട്, ഇത് ഹൈ ആയിട്ട് കിട്ടുന്നുണ്ട്. ഇവിടെ ഡയറക്റ്റ് കണക്ഷൻ കൊടുക്കേണ്ട, കാരണം ഇത് 3 ഹൈ ആവുന്ന കേസിൽ ഓൾറെഡി കണക്ഷൻ അവിടെ ഉണ്ട്. അതുവഴി ആ സർക്യൂട്ട് വർക്ക് ചെയ്യും. കണ്ടോ, 3 കേസ് വന്നേക്കുന്നുണ്ടോ, 3 കേസ് വന്നു. ഈ 3 കേസ് ഒരേ സമയത്ത് വരത്തില്ലല്ലോ, ഏതെങ്കിലും ഒരെണ്ണം മാത്രമല്ലേ ഒരേ സമയത്ത് വരുള്ളൂ. അപ്പൊ അതുകൊണ്ട് നമുക്ക് OR ഗേറ്റ് വഴി ഇതിനെ പാസ് ചെയ്യിപ്പിക്കാം. ഉണ്ടോ, അതുകൊണ്ടാണ് അവരിവിടെ അവസാനം ഒരു OR ഗേറ്റ് വരച്ചത്. ഇവര് ഞാൻ C എന്ന് വരച്ചു, പുസ്തകത്തിന്റെ അകത്ത് C ഇന്നെന്ന് കാണിച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ. ഇവരിത് മൂന്നെണ്ണം കാണിച്ചു, A ബാർ, B ബാർ, C ഇൻ, A ബാർ, B, C ഇൻ ബാർ, ഇങ്ങനെയൊക്കെ കാണിച്ചു. ഇത് എനിക്ക് ഇത് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇങ്ങനെ ഒരു ഡയഗ്രാം വരയ്ക്കുക. അതാട്ടെ, ഇത് തന്നെ എനിക്ക് ബുദ്ധിമുട്ടാണ് ഇതുപോലെ ഒരു ഡയഗ്രാം വരയ്ക്കാൻ. നിങ്ങൾ ഇതാ ഇതുപോലെ വരച്ച് വെച്ചാൽ ഇത് ഔട്ട്പുട്ട് കിട്ടും. ഇനി അങ്ങനെയല്ല, ഇവിടെ വരയ്ക്കുമ്പോൾ എയും ബിയും കൊടുത്തിട്ട് ഒരു ഇൻപുട്ട്, ഒരു ആൻഡ് ഗേറ്റ്, എയും സിയും കൊടുത്തിട്ട് ഒരു ആൻഡ് ഗേറ്റ്, ബിയും സിയും കൊടുത്തിട്ട് ഒരു ആൻഡ് ഗേറ്റ്, അതിനെ നേരെ OR ഗേറ്റിലേക്ക് വിട്ടാലും ഈ ഡയഗ്രാം കറക്റ്റാ. ഈ മാത്തമാറ്റിക്സിന്റെ പ്രോബ്ലം ചെയ്യുന്ന പോലെ നമുക്ക് ഒരു ലോജിക്കിനെ തന്നെ പല രീതിയിൽ റിയലൈസ് ചെയ്യാൻ പറ്റും. ഔട്ട്പുട്ട് കൃത്യമായിട്ട് കിട്ടണം എന്നേ ഉള്ളൂ. പിന്നെ റിയലൈസേഷൻ ഏറ്റവും സിമ്പിൾ ആവുകയാണ് നല്ലത്. അപ്പൊ ഇത് ഇത്തിരി കോംപ്ലിക്കേറ്റഡ് റിയലൈസേഷനാണ്, ഇതിന്റെ ആവശ്യം ഉണ്ടെന്ന് തോന്നുന്നില്ല. സിമ്പിൾ ഡയഗ്രാം അവൈലബിൾ ആണ്. പിന്നെ അപ്പൊ ഈ ഫുൾ ആഡർ ആണ് ഈ കാണിച്ചത്. ക്യാരി ഔട്ടിന് ഇതാണ് ഇവിടെ തന്നിരിക്കുന്നത്, XOR ഗേറ്റ് ആണ് ക്യാരി ഔട്ട് വരുന്നത്. പിന്നെ ഇവിടെ ഈ ഫുൾ ആഡറിന്റെ ഡയഗ്രാം തന്നിട്ടുണ്ട് കേട്ടോ. ഫുൾ ആഡറില് A0, B0, A1, B1 അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന നമ്പറുകളാണ്.
എനിക്ക് ആഡ് ചെയ്യേണ്ടത് 1100 പ്ലസ് 1010 ആണെങ്കിൽ ഇത് A0, A1, A2, A3. ഫസ്റ്റ് ബിറ്റ് B0, B1, B2, B3 ഉണ്ടോ? അതാണ് ഇവിടെ A0, B0. ഞാൻ പറഞ്ഞില്ലേ ഓരോ സ്റ്റേജുകളായിട്ടായിരിക്കും വരുന്നത്. ഫസ്റ്റ് സ്റ്റേജിൽ എന്തില്ല, ക്യാരി ഇൻപുട്ട് ഇല്ല അല്ലെ, ഒരു പ്രീവിയസ് സ്റ്റേജ് ഇല്ലല്ലോ. ഫസ്റ്റ് സ്റ്റേജ് വരുമ്പോൾ എന്തില്ല, പ്രീവിയസ് സ്റ്റേജ് ഇല്ല. അതുകൊണ്ട് ക്യാരി ഇന്ന് 0 എന്ന് കൊടുത്തു. ഇത് ആഡ് ചെയ്ത് ഫസ്റ്റ് സബ്മിറ്റ് കിട്ടി. ഇനി ഇവിടെ ആഡ് ചെയ്യുമ്പോൾ ക്യാരി ഉണ്ടെങ്കിൽ അത് ഇങ്ങോട്ടേക്ക് പോകും, അടുത്ത സ്റ്റേജിലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യിപ്പിക്കും. ആ C0, അതായത് ഫസ്റ്റ് സ്റ്റേജിലെ ക്യാരിയാണ് C0 എന്ന് പറയുന്നത്. അത് ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുമ്പോൾ ഇവിടെ 0th സ്റ്റേജ്. ഓക്കെ, 0th സ്റ്റേജിലെ ക്യാരിയാണ് C0 എന്ന് പറയുന്നത്. അത് ഫസ്റ്റ് സ്റ്റേജിലേക്ക് പോകും. അത് 0 ആണെങ്കിൽ 0 ആയിട്ട് എക്സിബിറ്റ് ചെയ്യും, 1 ആണെങ്കിൽ 1 ആയിട്ട് നിൽക്കും. അത് ആഡ് ചെയ്യും കേട്ടോ. അപ്പൊ ഇവിടെ ഒരു മെച്ചം എന്താന്ന് ചോദിച്ചാൽ അടുത്ത 2 ബിറ്റ് A1ഉം B1 ആഡ് ചെയ്യും, പ്ലസ് ഈ C ആഡ് ചെയ്യും. എന്നിട്ട് നമുക്ക് സം ബിറ്റിന്റെ ഫസ്റ്റ് ബിറ്റ് കിട്ടും. പിന്നെ അവിടെ ക്യാരി ഉണ്ടെങ്കിൽ അത് നെക്സ്റ്റ് സ്റ്റേജിലേക്ക് പോകും. എന്ന് വെച്ചാൽ ക്യാരി ഉണ്ടെങ്കിൽ 1 ട്രാൻസ്ഫർ ആവും, ക്യാരി ഇല്ലാന്നുണ്ടെങ്കിൽ 0 ട്രാൻസ്ഫർ ആവും. എന്നിട്ട് പിന്നെ അത് ഒരു ഫുൾ ആഡർ വെച്ചിട്ട് ചെയ്യും. A2, B2 ഫുൾ ആഡർ ആണ്. പിന്നെ C2ലേക്ക് പോകും. സോറി, C2 ഉണ്ടെങ്കിൽ അത് ജനറേറ്റ് ചെയ്യും, 1 ട്രാൻസ്ഫർ ചെയ്യും, ഇല്ലെങ്കിൽ 0 ട്രാൻസ്ഫർ ചെയ്യും. പിന്നെ C ഔട്ട്. The addition of a 4-bit number using 4 full adders. Please note that in this figure, അതായത് ഇവിടെ ഫിഗർ തന്നിട്ടുണ്ട്. മുമ്പേ കാണിച്ച ഫിഗർ ഒക്കെ തന്നെയാണ്. ഏതെങ്കിലും ഒരു ട്രൂത്ത് ടേബിൾ വെച്ച് പഠിച്ചാൽ മതി. പിന്നെ ഉള്ളത് ആഡർ സബ്ട്രാക്ടർ ആണ്. ഇത് വളരെ, അതായത് എങ്ങനെയാണ് ഒരു ലോജിക്കൽ അല്ലെങ്കിൽ ഒരു ലോജിക്കൽ സർക്യൂട്ട് ഉപയോഗിക്കുന്നത് കൊണ്ട് എന്താണ് മെച്ചം എന്ന് കാണിക്കാൻ വേണ്ടി ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സർക്യൂട്ടാണ് ആഡർ സബ്ട്രാക്ടർ എന്ന് പറയുന്നത്. നമുക്കറിയാം ഒരു ആഡർ സർക്യൂട്ട് ഇപ്പോൾ ഓൾറെഡി നമ്മൾ കണ്ടു അല്ലെ, തൊട്ട് മേളില് ഇതൊരു ഫുൾ ആഡർ സർക്യൂട്ട് നമ്മൾ കണ്ടു. ഇനിയിപ്പോ ഇതിനൊരു സബ്ട്രാക്ടറോട് നമുക്ക് വേണം എന്നുണ്ടെങ്കിൽ വീണ്ടും അതുപോലെ ഒരു സർക്യൂട്ട് ജനറേറ്റ് ചെയ്യേണ്ടി വരും. പക്ഷെ ഇവിടെ നമ്മൾ ചെയ്യുന്നത് ആ ഉള്ള സർക്യൂട്ടിനെ നമ്മൾ ആഡറായിട്ടും സബ്ട്രാക്ടറായിട്ടും നമ്മൾ യൂസ് ചെയ്യുവാണ്. ഇതിന്റെ ഇടയ്ക്ക് ഈ പുസ്തകത്തിൽ ഒരു കേസ് വിട്ടുപോയിട്ടുണ്ട്, ഞാനും അത് വിട്ടു. പുസ്തകത്തിൽ ഞാൻ കണ്ടില്ല അത്, ഇവർ നേരെ ഇതിലേക്ക് വന്നു. അതുകൊണ്ട് നിങ്ങൾക്ക് അത് എത്രത്തോളം മനസ്സിലാവും എന്ന് എനിക്കറിയില്ല. നാളെ ആരെങ്കിലും ഓർപ്പിക്കുവാണെങ്കിൽ ചെയ്തു തരാം. 2s കോംപ്ലിമെന്റ് മെത്തേഡ് ഓഫ് സബ്ട്രാക്ഷൻ, അത് 2s കോംപ്ലിമെന്റ് മെത്തേഡ് ഓഫ് സബ്ട്രാക്ഷൻ, അത് പഠിക്കേണ്ടതാണ്. അത് പഠിച്ചാലേ ഇപ്പൊ ഇത് മനസ്സിലാവത്തുള്ളൂ. ഇന്നത് ചെയ്യാനുള്ള ഒരു തൊണ്ടയ്ക്കുള്ള ഒരു പവർ എനിക്കില്ല. ക്ലാസ് മിസ്സാവുന്നല്ലോ എന്ന് ഓർത്ത് എടുത്തതേ ഉള്ളൂ. നാളെ ആരെങ്കിലും ഒന്ന് പറയുവാണെങ്കിൽ 2 പ്രോബ്ലം ചെയ്ത് കാണിച്ചു തരാം. അത് വേണം, നിങ്ങൾക്ക് അത് ആവശ്യമാണ്. ഇവിടെ നമ്മൾ കോംപ്ലിമെന്റ്സ് പഠിച്ചു. അതായത് നമുക്കൊരു നമ്പർ ഉണ്ട് എങ്കിൽ അതിനെ സൈൻഡ് മാഗ്നിറ്റ്യൂഡ് ഫോമിൽ, അല്ലെങ്കിൽ 1s കോംപ്ലിമെന്റ് ഫോം, 2s കോംപ്ലിമെന്റ് ഫോം, അങ്ങനെ കോംപ്ലിമെന്റഡ് ഫോമിൽ റെപ്രസെന്റ് ചെയ്യാൻ ഇപ്പൊ നമുക്കറിയാം. അപ്പൊ ഈ നെഗറ്റീവ് നമ്പേഴ്സ് നമ്മൾ എപ്പോഴും ഈ 2s കോംപ്ലിമെന്റ് ഫോമിലായിരിക്കും റെപ്രസെന്റ് ചെയ്യുക. അതിനുള്ള ഏറ്റവും വലിയൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരു ഡിജിറ്റൽ സർക്യൂട്ട് അല്ലെങ്കിൽ ഒരു കമ്പ്യൂട്ടർ, ഡിജിറ്റൽ കമ്പ്യൂട്ടറിലൊക്കെ നമ്മൾ പെർഫോം ചെയ്യുന്നത് ഒരു അഡീഷൻ ഓപ്പറേഷൻ മാത്രമേ ഉള്ളൂ. അഡീഷനും പിന്നെ കൗണ്ടിങ് എന്ന് നമ്മൾ പറയാറുണ്ട്. ഇങ്ങനെ 2 ഓപ്പറേഷൻ വഴി മാത്രമാണ് എല്ലാം പെർഫോം ചെയ്യുക. അപ്പം അഡീഷൻ ആണെന്ന് നമുക്കറിയാം, മൾട്ടിപ്ലിക്കേഷൻ റിപ്പീറ്റഡ് അഡീഷൻ ആണെന്നറിയാം. സബ്ട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ അഡീഷൻ ഓഫ് നെഗറ്റീവ് നമ്പർ ആണെന്ന് നമുക്കറിയാം. ഇപ്പൊ നമുക്ക് 5 - 2 ചെയ്യണം. ഇതിവിടെ സബ്ട്രാക്ഷൻ ആണ്, നമ്മൾ അതിന് 5 + -2 ചെയ്താൽ മതി അല്ലെ. അതായത് അഡീഷൻ ഓഫ് നെഗറ്റീവ് നമ്പറാണ്. അപ്പോൾ ഈ സബ്ട്രാക്റ്റിന്റെ നെഗേറ്റഡ് ഫോം, ഇൻവേർട്ടഡ് ഫോം അല്ലെ കോംപ്ലിമെന്റഡ് ഫോം ഈ സർക്യൂട്ടിലേക്ക് കൊടുക്കാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ ക്ലവർഫുൾ ആയിട്ട് ഈ ആർഡറിനെ ഉപയോഗിക്കാൻ പറ്റും. ആർഡർ മതിയല്ലോ, ഇവിടെ അഡീഷണൽ ഉപയോഗിക്കും. ഒറ്റ കുഴപ്പമുള്ള എന്താണ്, കോംപ്ലിമെന്റഡ് ഫോമിലാണ് വരുന്നത്.
അപ്പൊ അതിനെ കോംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യുന്നത്? കോംപ്ലിമെന്റ് കാണാൻ വേണ്ടി നമുക്കറിയാം 1s കോംപ്ലിമെന്റ് ആഡ് ചെയ്യേണ്ടി വരും അല്ലെ? ഇവിടെ 1s കോംപ്ലിമെന്റ് ആഡ് ചെയ്യുന്നുണ്ട്, 1s കോംപ്ലിമെന്റ് ഫൈൻഡ് ചെയ്യുന്നുണ്ട്, പിന്നെ അതിന്റെ കൂടെ 1 ചെയ്യണം അല്ലെ? അപ്പൊ 1s കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ എന്തോന്നാണ്? ഇൻവേർട്ട് ചെയ്യുവാണ് ചെയ്യുന്നത് അല്ലെ? 1 എല്ലാം 0 ആകും, 0 എല്ലാം 1 ആവും. അത് ഇൻവേർട്ട് ചെയ്യും. പിന്നെ അങ്ങനെ ഇൻവേർട്ട് ചെയ്ത് കിട്ടിയ 1s കോംപ്ലിമെന്റിന്റെ കൂടെ 1 ആഡ് ചെയ്യണം. അപ്പൊ ഇവിടെ ഒരു വളരെ സിമ്പിൾ ഫോം ഉണ്ട്. ഇൻവേർട്ട് ചെയ്യാം. ഇൻവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ക്യാരി ഇൻ ആഡ് ചെയ്താൽ അതെന്തായി? ഇൻവേർട്ട് ചെയ്യുമ്പോൾ 1s കോംപ്ലിമെന്റ് ആയി അല്ലെ? അതിൻ്റെ കൂടെ എന്താ പറയാ, ഒരു ക്യാരി ഇന്നോട് ആഡ് ചെയ്ത് കഴിയുമ്പോൾ 1s കോംപ്ലിമെന്റ് പ്ലസ് 1 2s കോംപ്ലിമെന്റ് ആവും. ഇതാണ് ഇതിന്റെ ബേസിക് ഓപ്പറേഷൻ. ഇവിടെ ഒരു മോഡ് ബിറ്റ് ഉണ്ട് കേട്ടോ. ഇതാണ് നമ്മളുടെ മോഡ് ബിറ്റ് എന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ മോഡ്. ഇടയ്ക്ക് സെലക്ഷൻ കയറി വരുന്നുണ്ടല്ലോ. മോഡ് ബിറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ മോഡ് ബിറ്റ് ഉണ്ട്. ഇനി ഈ മോഡ് ബിറ്റ് ആണ് അഡീഷൻ ആണോ സബ്ട്രാക്ഷൻ ആണോ വേണ്ടതെന്ന് വിചാരിക്കുന്നത് ഉണ്ടോ? അപ്പം മോഡ് ബിറ്റ് 0 ആണെന്നുണ്ടെങ്കിൽ, മോഡ് ബിറ്റ് 0 ആണെന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി അത് എന്തായിരിക്കും? അഡീഷൻ ആയിരിക്കും. കാരണം അവിടെ 1s കോംപ്ലിമെന്റ് ഒന്നും വരുന്നില്ല ഉണ്ടോ? ഇവിടെ നോക്കിക്കേ, ഒരു നമ്പർ നേരിട്ട് കൊടുക്കുക. ഇതെല്ലാം എന്തോന്നാണ്? ഫുൾ ആഡറിന്റെ ഓരോ സ്റ്റേജുകളാണ് അല്ലെ? ഇതൊരു ഫുൾ ആഡർ സ്റ്റേജ് ആണ്, ഇതൊരു ഫുൾ ആഡർ സ്റ്റേജ് ആണ്, ഫുൾ ആഡർ സ്റ്റേജ് ആണ്. 4 ബിറ്റുള്ള 2 നമ്പറാണ് നമ്മളിവിടെ ആഡ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പം ഒരു നമ്പർ, അതായത് ഫസ്റ്റ് നമ്പർ A0 A1 A2 A3, ഓരോ ഫസ്റ്റ് നമ്പറിന്റെ ബിറ്റ്സ് എല്ലാം നമ്മൾ ഡയറക്റ്റ് കൊടുക്കുന്നു. സെക്കൻഡ് നമ്പറിന്റെ ബിറ്റ്സ് എല്ലാം നമ്മളൊരു XOR ഗേറ്റ് വഴി കൊടുക്കുന്നു. ഈ XOR ഗേറ്റിന്റെ പ്രത്യേകത, അതിന്റെ ഓഡ് നമ്പർ ഓഫ് ഇൻപുട്ട് ഹൈ ആകുമ്പോൾ ഔട്ട്പുട്ട് ഹൈ ആവും അല്ലെ? അപ്പൊ നമ്മൾ 0 ആണ് കൊടുക്കുന്നതെങ്കിൽ എന്ത് സംഭവിക്കും? പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല. B3 എന്നാണ് അത് നേരെ അങ്ങ് പോകും അല്ലെ? B3 1 ആണെങ്കിൽ നിങ്ങളുടെ മോഡ് ബിറ്റ് 1 അല്ലെ? ഒരു ഇൻപുട്ട് എവിടുന്നാ പോയേക്കുന്നത്? XOR ഗേറ്റില് മോഡ് ബിറ്റ്. നിങ്ങൾക്ക് അറിയത്തില്ലെങ്കിൽ കയ്യിൽ ഡയഗ്രം ഉണ്ടെങ്കിൽ കൈ അതേവഴി ഒന്ന് മൂവ് ചെയ്യിപ്പിക്കണം. അത്ര ഈസി അല്ല കേട്ടോ വരാ. ഒന്ന് വരച്ച് കിട്ടിയാൽ കുഴപ്പമില്ല, പക്ഷെ അല്ലാന്നുണ്ടെങ്കിൽ ബുദ്ധിമുട്ടാവും. ഇവിടെ ഇപ്പൊ മോഡ് ബിറ്റ് ഉണ്ട്. ഡൗട്ട് ചോദിച്ചോട്ടെ? ചോദിച്ചോളൂ. ഇപ്പൊ ഈ എക്സോറിന്റെ ഇപ്പം B0 B1 അങ്ങനെയല്ലേ വന്നേക്കുന്നത്? അപ്പം ഇതിൽ നിന്ന് പോകുന്ന ഇൻപുട്ട് അതിന് ഔട്ട്പുട്ട് വരുമ്പോൾ 1s കോംപ്ലിമെന്റ് ആയിട്ടായിരിക്കും വരുന്നത് അല്ലേ? അങ്ങനെയല്ലേ? അത് 1s കോംപ്ലിമെന്റ് വരണം എന്നുണ്ടെങ്കിൽ സബ്ട്രാക്ട് മോഡ് വരണം. മോഡ് ബിറ്റ് 1 മോഡ്. ഇവിടെ ഇപ്പൊ മോഡ് ബിറ്റ് 0 ആണ് ഉണ്ടോ? അപ്പൊ ഇവിടെ B3 0 വന്നു. സപ്പോസ് B3 ഇതാണ് നമ്മുടെ നമ്പർ എന്ന് വിചാരിച്ചു. 0 0 ഇതാണ് നമ്മളുടെ സെക്കൻഡ് ഡിജിറ്റ്, സെക്കൻഡ് ബൈനറി നമ്പർ 1100 ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ B3 1 ആണ്, മോഡ് ബിറ്റ് 0 അല്ലെ? അപ്പൊ ഇവിടെ എന്തേ വരുള്ളൂ? 1. അത് തന്നെയല്ലേ വരുള്ളൂ. ഇവിടെ 0 ആണ്, അപ്പൊ ഇവിടെയും 1 വരത്തുള്ളൂ. ഇവിടെ 0 ആണ്, ഒബ്വിയസ്ലി 0 വരും. ഇവിടെ 0 ആണ്, അപ്പൊ എന്ത് പറ്റും? ഒബ്വിയസ്ലി ഇവിടെയും 0 വരും. എന്ന് വെച്ചാൽ ഓട്ടോമാറ്റിക്കലി സിമ്പിൾ അഡീഷൻ അവിടെ നടക്കുന്നുണ്ട്. പക്ഷെ മോഡ് ബിറ്റ് 1 വരുന്ന കേസിൽ എന്ത് സംഭവിക്കും? മോഡ് ബിറ്റ് 1 ആണ്, 1 വരുന്ന കേസിൽ ഇവിടെ 1 വരും അല്ലെ? ഇവിടെ 1 വരുമ്പോ എന്താ? രണ്ടും ഹൈ ആവുന്ന കേസിൽ XOR ഗേറ്റ് 0 കാണിക്കും. നെഗേറ്റ് ചെയ്തോ? ഈ 1നെ ഇൻവേർട്ട് ചെയ്തില്ലേ? നെഗേറ്റ് ചെയ്തു. ഇവിടെയും എന്ത് വരും? 1 വരും, നെഗേറ്റ് ചെയ്തു ഉണ്ടോ? ഇവിടെ 1 വരും ഉണ്ടോ? 1 വന്നു. ഇവിടെ ഇത് ഹൈ ആണ്, 0 1 ആയി പോയി ഉണ്ടോ? അപ്പൊ 1s കോംപ്ലിമെന്റ് വന്നു, പ്ലസ് ആരുണ്ട്? ഈ പുള്ളിക്കാരൻ മോഡ് ബിറ്റ് 1 ആകുമ്പോ എന്ത് വരും? ക്യാരി ഇന്നൊരു 1 കൂടെ വരും. അപ്പൊ 1s കോംപ്ലിമെന്റ് പ്ലസ് ദിസ് 1 2s കോംപ്ലിമെന്റ്. അതാണ് രണ്ടാമത്തെ ബിറ്റിന്റെ 2s കോംപ്ലിമെന്റ് നേരെ ആർഡറിലേക്ക് ചെല്ലുകയും 2s കോംപ്ലിമെന്റ് മെത്തേഡ് ഓഫ് സബ്ട്രാക്ഷൻ അവിടെ വർക്ക് ചെയ്യുകയും ചെയ്യും. അങ്ങനെയാണ് ആ മോഡ് അല്ലെ കൺട്രോൾ ലൈൻ എന്നൊക്കെയാണ് നമ്മൾ പറയാറ്.
മോഡ് മാറ്റുന്നതിനനുസരിച്ച് നമ്മൾ ഈ ഡിജിറ്റൽ സർക്യൂട്ടിനെ കൺട്രോൾ ചെയ്ത്. മനസ്സിലായി? ഈ ഡയഗ്രം ഒന്ന് വരച്ചു പഠിക്കണം. ഈ ഡയഗ്രം അല്ല, എല്ലാ ഡയഗ്രം വരച്ചു പഠിക്കണം. അപ്പൊ ആഡറും സബ്ട്രാക്ടറും കണ്ടോ, ഒറ്റ സർക്യൂട്ടേ ഉള്ളൂ. അതിൻ്റെ അകത്ത് നമ്മളെ ഹെൽപ്പ് ചെയ്തത് ആ കൺട്രോൾ ലൈനാണ്, അല്ലെങ്കിൽ മോഡ് ലൈൻ അല്ലെങ്കിൽ മോഡ് ബിറ്റ് കൊടുക്കാനുള്ള ലൈനാണ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. ഇപ്പൊ ഇതിൻ്റെ അകത്ത് കുറെ അധികം കമ്മ്യൂണിക്കേഷൻ ഡിവൈസസ് ഉണ്ട്. ഇതെല്ലാം ഈ കോമ്പിനേഷൻ സർക്യൂട്ടിന്റെ അണ്ടറിൽ വരുന്നതാണ്. അപ്പം മൾട്ടിപ്ലെക്സർ, മക്സ് എന്ന് നമ്മൾ പറയും. മൾട്ടിപ്ലെക്സർ, ഡിമൾട്ടിപ്ലെക്സർ, ഡീകോഡർ, എൻകോഡർ. ഈ ഓർഡറിൽ പഠിക്കുവാണെങ്കിൽ ഡയഗ്രാം വരച്ച് പഠിക്കാൻ എളുപ്പമുണ്ട്. ആദ്യം ഒരു ഡീകോഡർ ആണ് തന്നെ. ഓക്കെ, അപ്പൊ ഞാൻ ആദ്യം മൾട്ടിപ്ലെക്സർ എടുക്കാൻ പോവാ, എന്നിട്ട് പുറകോട്ട് പോവാം. അപ്പൊ എളുപ്പമുണ്ട്, എന്തൊക്കെയാ മാറ്റേണ്ടതെന്നുള്ളത് പെട്ടെന്ന് പിടികിട്ടും. അപ്പൊ ഈ മൾട്ടിപ്ലെക്സർ അല്ലെങ്കിൽ മക്സ് എന്ന് പറഞ്ഞാല് മെനി ടു വൺ ആണ്. മെനി ടു വൺ എന്ന് പറഞ്ഞാൽ കുറേ ഇൻപുട്സ് ഉണ്ടാവും. പക്ഷെ നമുക്കൊരൊറ്റ കമ്മ്യൂണിക്കേഷൻ ചാനലേ ഉള്ളൂ. അതുവഴി അത് എന്ത് ചെയ്യണം, ഡെസ്റ്റിനേഷനിലേക്ക് പോകണം. സോഴ്സ് കുറെ ഉണ്ട്, അപ്പൊ ആരാണ് പോകേണ്ടതെന്ന് അറിയത്തില്ല. നമ്മളിപ്പം എന്താ പറയാ, ഒരു സിംഗിൾ ചാനലേ നമ്മുടെ കയ്യിലുള്ളൂ. ഇപ്പൊ നമ്മളൊരു വലിയ എന്താ പറയാ ഹൈവേ വഴി കയറി വന്നു. ഇപ്പൊ ഒരു 4 വരി പാതയിൽ നേരെ ഒരു സിംഗിൾ പാത്തിലേക്ക് പോവുകയാണ്. നമുക്കൊരു ടോക്കൺ തരുവാണ് അവർ, നമ്മുടെ വെഹിക്കിളിന് ഒരു ടോക്കൺ തന്നു. അങ്ങനെ ടോക്കൺ അനുസരിച്ചാണ് നമ്മൾ പോകുന്നതെന്ന് അസ്യൂം ചെയ്യാം. അങ്ങനെയാണെങ്കിൽ എന്ത് പറ്റും, ഇപ്പൊ ഇവിടെയാണെങ്കിൽ പല ഇൻപുട്ടാ. ഇങ്ങനെ വന്നു, ഇവിടെ വന്നപ്പോൾ ഒറ്റ ലൈനായി പോയി. ഇത് വന്നു, ഒറ്റ ലൈനായി. ഇവിടെ വന്നു, ഒറ്റ ലൈൻ. ഉണ്ടോ, ഇതെല്ലാം ഒറ്റ ലൈനെ വഴി പോകണം. അപ്പൊ കൊളീഷൻ ഉണ്ടാവും. ഇനി അറ്റത്ത് വരുമ്പോൾ കറക്റ്റ് ഡെസ്റ്റിനേഷനിലേക്ക് ചെല്ലണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. അങ്ങനെ വരുമ്പോഴാണ് നമ്മൾ മൾട്ടിപ്ലെക്സർ എന്ന് പറയുന്ന ഒരു സർക്യൂട്ട് യൂസ് ചെയ്യുന്നത്. ഈ മൾട്ടിപ്ലെക്സർ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏറ്റവും നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഡിജിറ്റൽ ഗേറ്റ്, ലോജിക് ഗേറ്റ് ആണ് ആൻഡ് ഗേറ്റ് എന്ന് പറയും. കാരണം ആൻഡ് ഗേറ്റ് ഓൺ ആവണം എന്നുണ്ടെങ്കിൽ അതിന്റെ 2 ഇൻപുട്ടും ഹൈ ആവണം. ഇവിടെ 2 ഇൻപുട്ട് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഒന്ന് നിങ്ങളുടെ സോഴ്സ് ആണ്, എന്നുവെച്ചാൽ നിങ്ങൾക്ക് പാസ് ചെയ്യേണ്ട ഡേറ്റ. 2 നിങ്ങളുടെ കൺട്രോൾ സിഗ്നൽ ആണ്. മനസ്സിലായി? ഈ കൺട്രോൾ സിഗ്നൽ വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ സോഴ്സിനെ അഡ്രസ് ചെയ്യാം. നിങ്ങളുടെ സോഴ്സിനെ അഡ്രസ് ചെയ്യാം. അപ്പൊ 00 എന്ന് പറയുന്ന അഡ്രസ് അല്ലെ കൺട്രോൾ ലൈൻ ആണ് എനേബിൾ ആയിരിക്കുന്നത് എങ്കിൽ I0 എന്ന് പറയുന്ന ചാനൽ വഴി വരുന്ന ഡേറ്റ ആയിരിക്കും നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ ലൈൻ ഉപയോഗിക്കുക. 01 ആണെങ്കിൽ I1 എന്ന് പറയുന്ന കമ്മ്യൂണിക്കേഷൻ ചാനലായിരിക്കും ഉപയോഗിക്കുക. ഈ ഡയഗ്രാം വരച്ച് പഠിക്കാൻ എളുപ്പമാണ്, നിങ്ങൾ വരച്ച് പഠിച്ചോ, എനിക്ക് കുഴപ്പമൊന്നുമില്ല. പക്ഷേ കുറച്ചുകൂടെ ഈസി ആയിട്ട് വരയ്ക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ വരച്ചു കഴിയുമ്പോൾ കൊളാവുമെന്ന് എനിക്കറിയത്തില്ല. സാധാരണ നമുക്ക് വേണ്ടത് ഇപ്പൊ ഇവിടെ 4:1 ആണ് നമ്മൾ വരയ്ക്കുന്നത് അല്ലെ. നമ്മൾ പഠിക്കുന്നത് മൾട്ടിപ്ലെക്സർ അല്ലെങ്കിൽ മക്സ് എന്ന് പറയുന്ന കൺസെപ്റ്റ്. മക്സ് ഇവിടെ നമ്മൾ അത് മെനി ടു വൺ ആണ്. മെനി ഇൻപുട്ട് ഉണ്ടാവും, അതിനെ നമ്മൾ 1 ഔട്ട്പുട്ട് ആയിട്ട് കൺവേർട്ട് ചെയ്യും. ഇവിടെ നമ്മൾ വരയ്ക്കാൻ പോകുന്നത് 4:1 ആണ്. 4:1. അപ്പൊ 4
ഇൻഡിവിജ്വൽസിനെ അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ ലൈൻസിനെ റെപ്രസെന്റ് ചെയ്യണമെങ്കിൽ എത്ര കൺട്രോൾ സിഗ്നൽ വേണ്ടി വരും? 4 എണ്ണത്തിനെ റെപ്രസെന്റ് ചെയ്യണമെങ്കിൽ എത്ര എണ്ണം വേണ്ടി വരും? കഴിഞ്ഞ ദിവസമൊക്കെ പഠിച്ചതാ. 2n അല്ലെ? n എത്ര വേണം? 2. 2 4 അല്ലെ? ഇവിടെ 4 കൺട്രോൾ ലൈൻസ് വേണ്ടി വരും. സോറി, 4 കൺട്രോൾ ലൈൻസ് വേണ്ടി വരും, 2 സിഗ്നൽ വേണ്ടി വരും അല്ലെ? ഇവിടെ നിങ്ങളുടെ ബുക്കിൽ എസ് ആണ് കൊടുത്തേക്കുന്നത്, അതുകൊണ്ട് ഞാൻ എസ് വായിച്ചു. ഇത് അതിന്റെ നെഗേറ്റഡ് വൺ. നിങ്ങൾ വരയ്ക്കുമ്പോൾ സ്കെയിലൊക്കെ വെച്ച് വൃത്തിക്ക് വരയ്ക്കും കേട്ടോ. ഞാൻ വരയ്ക്കാൻ അത്ര മെച്ചമൊന്നും. നിങ്ങൾ അവിടെ വരച്ച് ഡയഗ്രാം ഇല്ലേ, അതിന് തിരിച്ച് വരച്ചതേ ഉള്ളൂ. ഇത് S0 S1, അപ്പൊ ഇത് ആരായിരിക്കും? S0 ഡാഷ്, ഇത് S1 ഡാഷ്. ഇനി നിങ്ങൾക്ക് എന്നൊക്കെയാ ഉള്ളത്? നിങ്ങളുടെ സോഴ്സസ് ഉണ്ടല്ലേ? സോഴ്സ് ആരൊക്കെയാ? I0, I1, I2, I3. ഇനിയിപ്പോ ഒറ്റ കുഴപ്പമുള്ളൂ, ഇതിൽ ആര് അപ്പുറത്തോട്ട് പോകണം എന്നുണ്ട്. അറ്റ് എ ടൈം ഒരാളെ പോകുള്ളൂ. അതുകൊണ്ട് തന്നെ എന്താ ചെയ്യേണ്ടത്? ഇവിടെ ഒരു ആൻഡ് ഗേറ്റ് വരയ്ക്കാം. ഇനി ഇതെങ്ങനെ കണക്ട് ചെയ്യും എന്നുള്ളതാണ്. അപ്പൊ I0 പോകണം എന്നുണ്ടെങ്കിൽ 0 0 ആയിരിക്കണം കണക്ഷൻ വരുന്നത് അല്ലെ? ഇവിടെ 0 0. വരയ്ക്കുന്ന അങ്ങനെ തന്നെ ഒന്ന് വരച്ച് പഠിക്കണേ. 0 0. ഓക്കെ. അപ്പൊ 0 0 ഹൈ ആവുന്ന കേസിൽ ആര് ട്രാൻസ്ഫർ ചെയ്യും? I0 അല്ലെങ്കിൽ I0 എന്ന് പറയുന്ന സിഗ്നല് സോഴ്സിൽ നിന്ന് ഡെസ്റ്റിനേഷനിലേക്ക് പോകും. ഇതിങ്ങനെ തലതിരിച്ചൊന്നുമല്ല കേട്ടോ, ഇത് കറക്റ്റ് ലൈനിൽ വരേണ്ടതാണ്. ഞാൻ ഇതേല് വരയ്ക്കുന്നതുകൊണ്ടാണ്. നിങ്ങളത് കൃത്യമായിട്ട് വരയ്ക്കണം. ഇനി ഇവിടെയോ 0 1. 0 0, പിന്നെ ഇവിടെ 1 അല്ലേ? ഞാൻ വരയ്ക്കാം. ഒറ്റ ഒരെണ്ണം വരയ്ക്കാൻ പഠിച്ചു കഴിഞ്ഞാൽ എല്ലാ ഡയഗ്രാമും വരയ്ക്കാൻ പറ്റും. ഈ ഇവിടെയോ I2 ആണ്. അപ്പൊ 1 0 കണക്ട് ചെയ്യണം. അപ്പൊ I2 ആദ്യമേ കൊടുത്തു. ഇനി ഇത് എനേബിൾ ആവണമെന്നുണ്ടെങ്കിൽ 1 0. 1 ഉണ്ട്, 0 ഉണ്ട്. അപ്പൊ ആദ്യം 1 കൊടുക്കുവാണെങ്കിൽ വരച്ചു പിടിക്കാൻ എളുപ്പമുണ്ട്. അല്ലെങ്കിൽ എല്ലാ വരയും കൂടെ വരുമ്പോൾ ഇത് ആരെവിടുന്ന് വന്നെന്നൊക്കെ ഒരു തോന്നലാവും. 1 ആദ്യം കൊടുത്തു, 0 രണ്ടാമത് കൊടുത്തു, അതായത് 2. മൂന്നാമത്തെ കേസിൽ ഇവിടെ ഒരു ആൻഡ് ഗേറ്റിലേക്ക് കണക്ട് ചെയ്യുവാണ്. അപ്പൊ 2 ഹൈ ആവണം. 1 1 ഉണ്ട്, 1 ഉണ്ട്. ഇവിടെ ഈ ക്രോസ് ചെയ്ത് വരയ്ക്കുമ്പോൾ വേണമെങ്കിൽ ഇങ്ങനെ വരയ്ക്കാം കേട്ടോ. ഇവിടെ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ, എന്നിട്ട് അങ്ങ് വരച്ചു പോവാം. അങ്ങനെ വരച്ചു പോയാലും കുഴപ്പമില്ല, വരച്ചില്ലേലും കുഴപ്പമില്ല. കാരണം ഈ കണക്ഷൻ പോയിന്റ് കറക്റ്റ് ആയിട്ട് ഡാർക്കൺ ചെയ്ത് കാണിക്കണം. ഉണ്ട്, ഇവിടെ കണക്ട് ചെയ്തു, ഇവിടെ കണക്ട് ചെയ്തു. അപ്പം പിന്നെ അത് പരീക്ഷയ്ക്ക് മാർക്ക് കിട്ടും. അപ്പൊ ഇവിടെ ഇത്ര വരച്ചു.
ഇനി എന്തായാലും അറ്റ് എ ടൈം ഈ 4 ഹൈ ആവത്തില്ല. ഒന്നുകിൽ 0 ആയിരിക്കും, അല്ലെ 0 ആയിരിക്കും, അല്ലെ 1 ആയിരിക്കും. അപ്പൊ പിന്നെ ഏതെങ്കിലും ഒന്നേ ഹൈ ആവത്തുള്ളൂ. അതിനെ കാണിക്കാൻ വേണ്ടിയിട്ട് ഏതായിരിക്കും? ഓർ ഗേറ്റിന്റെ പ്രത്യേകത എന്താ? ഏതെങ്കിലും ഒരെണ്ണം ഹൈ ആണെങ്കിൽ അത് നേരെ അതേപടി ഔട്ട്പുട്ടിലേക്ക് വിടും അല്ലെ. അപ്പൊ ഇവിടെ ഒരു ഓർ ഗേറ്റ് കൊടുത്തു. അപ്പൊ എന്ത് പറ്റും? 0 ആവുന്ന കേസിൽ I0 എന്ത് വരും? ഔട്ട്പുട്ടിൽ വരും. 01 ആണ് നിങ്ങളുടെ അഡ്രസ്സ് ട്രാൻസ്മിറ്റ് ചെയ്ത് കൊടുക്കുന്നതെങ്കിൽ I1 വരും. 10 ആണെങ്കിൽ I2 ഇപ്പുറത്തോട്ട് പോരും. 11 ആണെങ്കിൽ I3 പോരും. ഇങ്ങനെയാണ് ഈ ലോജിക്ക് വർക്ക് ചെയ്യുന്നത്. ഇത് തന്നെയാണ് അഡ്രസ്സിംഗ് സ്കീം. ഇത് തന്നെയാണ് നിങ്ങൾ മെമ്മറി ട്രാൻസ്മിഷന് വേണ്ടിയിട്ട് നിങ്ങളുടെ മെമ്മറി ലൊക്കേഷൻ ഫൈൻഡ് ചെയ്യാനായിട്ട് അഡ്രസ്സ് കൊടുത്തു കഴിയുമ്പോൾ സിസ്റ്റം അത് മൾട്ടിപ്ലെക്സർ വഴി വെച്ചിട്ടാണ് ബസ്സിലേക്ക് ഡേറ്റ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നത്. അപ്പൊ ഈ മൾട്ടിപ്ലെക്സറിന് അസാമാന്യമായ റോൾ ഉണ്ട് നമ്മളുടെ കമ്പ്യൂട്ടർ സിസ്റ്റത്തിന്റെ ഇന്റേണൽ കമ്മ്യൂണിക്കേഷൻ. പിന്നെ പണ്ടൊക്കെ ഇതായിരുന്നു നമ്മളുടെ ടെലിഫോൺ ബൂത്തുകളിൽ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. കാരണം നമ്മൾ ഏതോ ഒരു സോഴ്സിൽ നിന്ന് വരുന്ന ലൈനിനെ ടെലിഫോൺ ബൂത്തിൽ വന്നിട്ട് ഒരു 10-20 വീടുകളിലേക്ക് ഒരുമിച്ച് കേബിൾ അല്ലേ വന്നോണ്ടിരുന്നത്. അപ്പോൾ 20 ലൈനായിട്ട് പോവുകയാണ്. അപ്പൊ നമ്മൾ ആ നമ്പർ ഡയൽ ചെയ്യുമ്പോൾ ആ കറക്റ്റ് ഡയൽഡ് നമ്പറിലേക്ക് ആ നമ്പർ അവിടെ എങ്ങനെ ഡയൽ ചെയ്യുന്നു അപ്പൊ സംഭവിക്കുന്ന പ്രോസസ്സാണ് ഇവിടെ കൺട്രോൾ സിഗ്നൽ വെച്ചിട്ട് 0001 1011 എന്ന് പറഞ്ഞ് കൊടുക്കുമ്പോൾ ഇത് 4 to 1 ആണ്. ഇതുപോലെ നിങ്ങൾക്ക് വേണമെങ്കിൽ ക്ലാസ് ഒക്കെ കഴിയുമ്പോൾ 8 to 1 ശരി 8 to 1 ഒക്കെ വേണമെങ്കിൽ വരയ്ക്കാം. അപ്പൊ ഇവിടെ ഒരെണ്ണം കൂടെ വരും, ഒരു കൺട്രോൾ സിഗ്നലൂടെ വരും. ഇതാണ് മൾട്ടിപ്ലെക്സർ എന്ന് പറയുന്നത്. ഇനി ഡീമൾട്ടിപ്ലെക്സർ എന്ന് പറഞ്ഞാല് ഇതിപ്പോ മൾട്ടിപ്ലെക്സ് ചെയ്തു. ഇവിടെ സെന്ററിൽ നിന്ന് വന്ന സിഗ്നലിനെ നമ്മൾ എന്ത് ചെയ്തു? ചാനലിലേക്ക് ആക്കി. ഇതിപ്പോ ചാനൽ വഴി പോവുക. ഇങ്ങനെ പോയി ഈ പുള്ളി എന്ത് ചെയ്തു? റിസീവറിന്റെ ഇരിക്കെ ചെന്നു അല്ലെ. ഈ ലൈൻ അപ്പുറത്തുനിന്ന് ഇവിടുന്ന് ഇങ്ങനെ പാസ് ചെയ്ത് വന്ന് റിസീവറിന്റെ ഇരിക്കെ വന്നു. ഇനിയിപ്പോ എന്താ കുഴപ്പം? ഇതൊരു ഡേറ്റ ഇൻപുട്ടാണ് അല്ലെ. ഇനിയിപ്പോ ഇത് പോയിട്ട് ഇത് ഏത് ആൾക്കുള്ള ഡേറ്റയാണോ അയാളുടെ ഇരിക്കിലേക്ക് ചെല്ലണം. അപ്പൊ എന്ത് ചെയ്യണം? ഡീമൾട്ടിപ്ലെക്സ് ചെയ്യണം. മൾട്ടിപ്ലെക്സർ വഴി കമ്മ്യൂണിക്കേഷൻ ചാനലിൽ വന്ന ഡേറ്റയെ ഡീമൾട്ടിപ്ലെക്സ് ചെയ്യണം. അപ്പൊ നമ്മൾ അതിനെ എന്ത് വിളിക്കും? 1 to many. ഭയങ്കര രസം ഇത് കേട്ടോണ്ടിരിക്കാനേ. പരീക്ഷയ്ക്ക് നല്ല പുകയായിരിക്കും. അതുകൊണ്ടാണ് പുസ്തകത്തിലെ ഓർഡർ നോക്കാതെ ഇങ്ങനെ പഠിപ്പിക്കുന്നത്. മൾട്ടിപ്ലെക്സർ മാത്രം പഠിച്ചു വെക്കുക, ബാക്കിയെല്ലാം അതേ ലിങ്ക് ചെയ്ത് പഠിക്കുക. അപ്പൊ ഡീമൾട്ടിപ്ലെക്സർ വരുമ്പോൾ 1 to many ആണ്. 1 to many എന്ന് പറയുമ്പോൾ ഒരു ഡേറ്റ ഇൻപുട്ട് വരും. അല്ല, സോഴ്സിൽ നിന്ന് വന്നാണ്. ഇവിടെ ഒരു ഡേറ്റ ഇൻപുട്ട് ലൈൻ ഉണ്ട്. പിന്നെ എന്ത് ചെയ്യണം? നമ്മുടെ കൺട്രോൾ സിഗ്നൽ ഉണ്ട്. ഒറ്റ ഇൻപുട്ടേ ഉള്ളൂ ഇവിടെ. കൺട്രോൾ സിഗ്നൽ ഡ്രോ ചെയ്യാം. മഞ്ഞ സ്കെച്ച് പെൻ മേടിക്കാനൊന്നും പോകണ്ട, ഞാൻ സെപ്പറേറ്റ് കാണിക്കാൻ വേണ്ടി വരച്ചതുണ്ട്. ഇതിനെ നെഗേറ്റ് ചെയ്തു. ഇയാളെ നെഗേറ്റ് ചെയ്തു. ഇത് S0, ഇത് S1. ഇതെന്താ? ഡേറ്റ ഇൻപുട്ട്. ഒരാളേ ഉള്ളൂ. ഇത് ആരുടെയാണെന്ന് അറിയണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഏത് അഡ്രസ് ആണോ എനേബിൾ ചെയ്യുന്നത് അയാളുടെ ഇരിക്കിലേക്ക് അത് ട്രാൻസ്ഫർ ആയിപ്പോകും.
സിമിലാർലി കണക്ഷൻ കൊടുക്കാം. സീറോ 0 0. നേരെയൊക്കെ വരയ്ക്കണേ. ഇവിടെ ഒരു ആൻഡ് ഗേറ്റ്. പിന്നെ വരുന്നത് 0 1. ഇവിടെ 0 ഇവിടെ 1. സോറി നേരെ ഇച്ചിരി പൊടിയായിട്ട് വരയ്ക്കാം. സീറോ ഇനി വരുന്നത് 1 0 1 0 ഉണ്ടോ? ഇങ്ങനെ ക്രോസ് ചെയ്ത് പോകരുത്. ഇതിങ്ങനെ വരച്ചാൽ ഒരു ഗുണം എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങളുടെ പേപ്പർ നോക്കുന്ന ആൾക്ക് പെട്ടെന്ന് ഇത് കണ്ടുപിടിക്കാൻ പറ്റും. ഇത് 1 0 ആണെന്ന് കാണുമ്പോഴേ അറിയാം. കാളമ്പൂളം വരച്ചു വെച്ച അവസാനം നിങ്ങൾക്കും അറിയത്തില്ല, നോക്കുന്നയാൾക്കും അറിയത്തില്ല, അയാളൊരു വെട്ട് കൊടുത്തിട്ട് വീട്ടിൽ പോകും. അതുകൊണ്ട് കൃത്യമായിട്ട് വരയ്ക്കണം. 1 1. ഇതിപ്പോ ഞാൻ കണക്ഷൻ കാണിച്ച കറക്റ്റാ, വരയൊക്കെ പോയി, അത് നിങ്ങൾ സ്കെയിൽ വെച്ച് വരച്ചോണം. ഇപ്പൊ കണക്ഷൻ ഒക്കെ ഇനി എന്ത് വേണം? എല്ലാ ലൈനിൽ നിന്നും ആര് പോകുന്നുണ്ട്? ഡേറ്റ ഇൻപുട്ട് പോകുന്നുണ്ട് അല്ലെ? അപ്പൊ എല്ലായിടത്തോട്ടും ഡേറ്റ ഇൻപുട്ട് കൊടുക്കണം. അതും ഇച്ചിരി വൃത്തിക്ക് കൊടുക്കണം. ആദ്യം കണക്ട് ചെയ്യുവാണെങ്കിൽ നല്ലതായിരുന്നു. ഇപ്പൊ ഇവിടെ നിന്ന് ഇങ്ങനെ പോയി ആദ്യം കൊടുക്കുവായിരുന്നെങ്കിൽ നല്ലതായിരുന്നു. എനിക്ക് ഇടയില്ലാത്തതുകൊണ്ട് ഞാനിവിടെ താഴേന്ന് കൊടുക്കും കേട്ടോ. ഈ പുള്ളിക്ക് ഡേറ്റ ഇൻപുട്ട് കണക്ട് ചെയ്തു. അതും ഇവിടെ ഇച്ചിരി ഡാർക്കൻ ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ്. അവിടെ നിന്നാണ് കണക്ഷൻ എടുത്തത്. ഇവിടെ വരുമ്പോൾ ഇവിടുന്ന് ചെയ്തു, ഇവിടെ വരുമ്പോ ഇവിടുന്ന് ചെയ്തു. അപ്പൊ എല്ലായിടത്തോട്ടും ഡേറ്റ ഇൻപുട്ട് ആയി. ഇനി ഏത് ലൈനാണോ നിങ്ങൾ ഓപ്റ്റ് ചെയ്യുന്നത് അതനുസരിച്ച് നിങ്ങൾക്ക് എന്ത് വരും? ഔട്ട്പുട്ട് വരും. ഇവിടെ എന്തില്ല? അവസാനം ആരില്ല? ഓർ ഗേറ്റ് ഇല്ല അല്ലെ? നേരിട്ട് 0 0 ആണ് എനേബിൾ ആകുന്നെങ്കിൽ ഡേറ്റ 0 ഔട്ട്പുട്ട് ആയിട്ട് വരും. D1 ഔട്ട്പുട്ട് ആയിട്ട് വരും, D2 ഔട്ട്പുട്ട് ആയിട്ട് വരും, 1 1 ആണ് D3 ഔട്ട്പുട്ട് ആയിട്ട് വരും. സർക്യൂട്ട് ഒന്ന് കമ്പയർ ചെയ്തേ, ഒരെണ്ണം വരച്ച് പഠിച്ചാൽ മതി. കണക്ഷൻ എല്ലാം സെയിം ആണ്. ഇവിടെ മൾട്ടിപ്പിൾ ഇൻപുട്ടിന് പകരം സിംഗിൾ ഡേറ്റ ഇൻപുട്ട്, ഇവിടെ കോമൺ ആക്കുന്നതിന് പകരം ഇൻഡിവിജ്വൽ ആയിട്ട് നിർത്തുകയാണ് ചെയ്യുന്നത്. ഇതാണ് ഡീമൾട്ടിപ്ലെക്സർ. ഇനി ഈ ഡീമൾട്ടിപ്ലെക്സർ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ ഡീകോഡർ പഠിക്കാൻ എളുപ്പമാണ്. ശരിക്കും എൻകോഡ് ചെയ്തിട്ടായിരുന്നു ഡീകോഡ് ചെയ്യാൻ പഠിക്കണ്ടേ, പക്ഷെ ഡയഗ്രം എളുപ്പമായതിന് ഞാൻ ഡീകോഡർ പഠിപ്പിക്കുവാണ്. എപ്പോഴാ കോഡ് ചെയ്യുന്നത് ഡേറ്റയെ? വാട്സപ്പ് ഒക്കെ ഉപയോഗിക്കുന്നില്ലേ എല്ലാരും? യുവർ ഡേറ്റ ഈസ് എൻക്രിപ്റ്റഡ് എൻഡ് ടു എൻഡ് എന്നും പറഞ്ഞ് വാട്സപ്പിലൊക്കെ മെസ്സേജ് കാണില്ലേ അല്ലെ? ക്രിപ്റ്റോ കറൻസി, ക്രിപ്റ്റോഗ്രാഫി, ബ്ലോക്ക് ചെയിൻ അല്ലെ? റാൻസം വെയർക്കാരെന്നാ ചെയ്തേ? അവര് കോഡഡ് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുവാൻ. PSCക്ക് പഠിക്കുന്നവർ പസിൽസ് ചെയ്യുമ്പോൾ ഒത്തിരി കോഡഡ് ഫോം പഠിക്കാറുണ്ട്. എന്നുവെച്ചാൽ നമ്മൾ നോർമൽ ഡേറ്റയെ അൺറീഡബിൾ ഫോമിലേക്ക് ആക്കി മാറ്റുവാണ് ബൈ യൂസിങ് സം കോഡഡ് ഫോർമാറ്റ്. അപ്പൊ ഇവിടെ ഡീകോഡർ എന്ന് പറഞ്ഞാൽ എൻകോഡ് ചെയ്ത് വെച്ച, അതായത് കോഡഡ് ഫോമിലായ ഡേറ്റ, എൻകോഡഡ്
data to normal form or human readable form. നോർമൽ ഫോമിലാക്കാൻ വേണ്ടിയിട്ടാണ് ഏത് യൂസ് ചെയ്യുന്നത്, ഡീകോഡർ. അപ്പൊ നിങ്ങൾ ചോദിക്കും എൻകോഡ് ഇത് പഠിച്ചിട്ട് വേണ്ടേ ഡീകോഡർ? ശരിയാണ്, പക്ഷെ ഡയഗ്രം ലിങ്ക് ചെയ്യാൻ എളുപ്പം ഇത് പഠിക്കുക. ഇവിടെ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഡേറ്റ ഇൻപുട്ട് എടുത്ത് ദൂരോട്ട് കളഞ്ഞാൽ ഡീകോഡറിന്റെ ഡീമൾട്ടിപ്ലക്സറിന്റെ ഡേറ്റ ലൈൻ എടുത്ത് ദൂരോട്ട് കളഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? ഡീകോഡർ കിട്ടും. നമുക്ക് നോക്കാം അത്. അത് കിട്ടി. നമുക്കിവിടെ ഡേറ്റ ഇൻപുട്ട് കൊടുത്ത് എന്തിനാ? ഏതോ ഒരു ഡെസ്റ്റിനേഷനിൽ നിന്ന് ഏതോ ഒരു മൾട്ടിപ്ലക്സർ സിംഗിൾ ചാനലാക്കി കമ്മ്യൂണിക്കേഷൻ ചാനൽ വഴി കൊണ്ടുവന്ന ഒരു സംഭവത്തിന് ഞാൻ ഇവിടെ കൊണ്ട് വിട്ടു. അതുകൊണ്ട് എനിക്ക് അതിന് ഏതിലേക്ക് വരണം എന്നുള്ളത് ഞാൻ കാണിച്ചു കൊടുക്കണമായിരുന്നു. അപ്പോൾ ആ ഡേറ്റ ചാനലാണ് ഇവിടെ വന്നത്. ഇവിടെ അങ്ങനെ ഡേറ്റ ചാനൽ ഒന്നുമില്ല, കോഡഡ് ഫോമിലാക്കി കൺവേർട്ട് ചെയ്താൽ മതി. അപ്പൊ എനിക്ക് ഡീകോഡ് ചെയ്യേണ്ടത്, എൻ്റെ കയ്യിൽ ഇരിക്കുന്നത് ഒരു ബൈനറി ഡേറ്റയാണ്. എൻ്റെ കയ്യിലിരിക്കുന്ന ഒരു ബൈനറി ഡേറ്റയാണ്. അതായത് എൻ്റെ കയ്യിൽ 00 കൊടുത്തു കഴിഞ്ഞാൽ അത് ഡെസിമൽ 0 ആണ്. 01 കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ മീനിങ് ഡെസിമൽ 1 ആണ്. 10 കൊടുത്താൽ ഡെസിമൽ 2, 11 കൊടുത്തു കഴിഞ്ഞാൽ ഡെസിമൽ 3. അപ്പൊ ഞാൻ കോഡ് ചെയ്ത് വെച്ചേക്കുക. എനിക്കിനി ഇതിനെ ഡീകോഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇതാണ് ഏറ്റവും മറ്റേ മാർഗം. ഇവിടെ കൺട്രോൾ ലൈൻസ് ഉണ്ട്. ഈ കൺട്രോൾ ലൈൻ ഇത് ഫസ്റ്റ് ലൈനാണ്. C0 C1 എന്നൊക്കെ കൊടുക്കാം. നിങ്ങൾ S0 എന്ന് കൊടുത്ത് പഠിച്ചുകൊണ്ട് ഞാൻ S0 S1 എന്ന് കൊടുത്തു. ഇവിടെ സീറോ 0 0 1 1 0 1 1. ഇതാണ് കണക്ഷൻ വേണ്ടത്. ഇത് വെച്ചാൽ മതി. 0 0 0 1 1 0 1 1. ഇതിപ്പോ സാറ് നോക്കുമ്പോൾ പെട്ടെന്ന് പിടിയിട്ടത് എന്താ നിങ്ങൾ കോഡ് ചെയ്ത് വെച്ചത്. ആൻഡ് ആണേ, ഇതൊക്കെ ആൻഡ് ഗേറ്റ് ആണ്. ഇപ്പൊ ഇവിടെ എന്ത് തോന്നുന്നു? 00 ആണ് ഹൈ ആവുന്നെങ്കിൽ ഇവിടെ LED പാഡൊക്കെ കണക്ട് ചെയ്തിട്ടുണ്ടാവും, അല്ല LED പാനലൊക്കെ LED പാനലൊക്കെ കണക്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. അതെങ്ങനെ കാണിക്കും? ഇങ്ങനെ 0 കാണിക്കും, ഇവിടെ 0 കാണിക്കും. ഇവിടെ ഇതാണ് വർക്ക് ചെയ്യുന്നെങ്കിൽ ഇവിടെ ഒരു 1 എഴുതി കാണിക്കും, ഇവിടെയാണ് ഒരു 2 എഴുതി കാണിക്കും, ഇവിടെയാണ് ഒരു 3 എഴുതി കാണിക്കും. ഇങ്ങനെയാണ് എൻകോഡർ വർക്ക് ചെയ്യുന്നത്. അപ്പൊ ഇതാണ് ഡീകോഡർ വർക്ക് ചെയ്യുന്നത്. മൾട്ടിപ്ലക്സറിൽ നിന്ന് തുടങ്ങി ഡിമൾട്ടിപ്ലക്സർ, ഡീകോഡർ എല്ലാം ഒരുപോലെയാണ്. പുസ്തകത്തിൽ ചരിച്ചിട്ട് വരച്ചേക്കുന്നതുകൊണ്ടാണ് ഇച്ചിരി പാടാ അതിന്റെ കണക്ഷൻ കണ്ടുപിടിക്കാൻ. എനിക്ക് തോന്നുന്നു ഇത് എളുപ്പമാണ്. ഈ ഡയഗ്രം ഒക്കെ നെറ്റ് ഇതുപോലെ തന്നെ ഈ നോട്ട്ബുക്കിൽ വരച്ച പടമൊക്കെ കിട്ടും കേട്ടോ. അങ്ങനെ വെച്ച് വരച്ചാലും മതി. അല്ലെങ്കിൽ നിങ്ങളുടെ പ്രീവിയസ് ബുക്കിലും ചരിച്ചിട്ടാണ്, പക്ഷെ ഇതിലും ഭേദം ഈ ബുക്കിൽ ഇച്ചിരി കോംപ്ലിക്കേറ്റഡ് ആയിട്ടാ തന്നിരിക്കുന്നത്. അപ്പൊ ഇനിയിപ്പോ നമുക്ക് പഠിക്കാനുള്ളത് ആരാ? എൻകോഡർ അല്ലെ. അപ്പൊ ഇതിപ്പോ ഏതാ ഡീകോഡർ? ബൈനറി ടു ഡെസിമൽ ആണ് അല്ലെ.
അപ്പൊ വരച്ചു വെച്ചേക്കുന്നത് ബൈനറി ടു ഡെസിമല. അപ്പൊ BCD ടു ഡെസിമൽ കാണാൻ പറഞ്ഞ എന്നെ ചെയ്യും? BCDക്ക് എവിടം തൊട്ട് എവിടം വരെ ഉണ്ടെന്നാ പറഞ്ഞേ? 0 തൊട്ട് 9 വരെ അല്ലെ? ഇതുപോലെ 4 കൺട്രോൾ സിഗ്നൽ വരയ്ക്കണം അല്ലെ? 4 കൺട്രോൾ സിഗ്നൽ വരച്ചിട്ട് ഇതുപോലെ കണക്ട് ചെയ്യും. സാധാരണ വരയ്ക്കാൻ ചോദിക്കുന്നതാണ് BCD ടു ഡെസിമൽ ഡീകോഡർ വരയ്ക്കാനൊക്കെ ചോദിക്കുന്നതാണ്. ഇത് നേരെ എന്ത് 4 നിങ്ങൾ വരയ്ക്കാൻ പോകുന്നാവോ? 4 കൺട്രോൾ സിഗ്നലൂടെ ഇവിടെ വരച്ച് ചേർക്കണം. അതിന്റെ മേളിൽ കൂടെ ഞാൻ വരയ്ക്കാത്ത ആരെങ്കിലും സ്ക്രീൻഷോട്ട് വല്ല എടുത്ത് വെക്കുവാണെങ്കിൽ വെച്ചോട്ടെ എന്ന് ഓർത്ത്. ഇവർ രണ്ടെണ്ണം കൂടി ആഡ് ചെയ്ത് വരും അല്ലെ? S0, S1, S2, S3 അതിന്റെ എല്ലാം ഡാഷ്. ഇനിയും എൻകോഡർ ആണ് വരയ്ക്കേണ്ടതെങ്കിൽ കോഡഡ് ഫോമിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. നമ്മുടെ കയ്യിൽ ഒരു 0 ഉണ്ടെങ്കിൽ അതിനെ ബൈനറി 0 ആക്കി മാറ്റണം. 1 ഉണ്ടെങ്കിൽ ബൈനറി 1 ആക്കി മാറ്റും. 2 ഉണ്ടെങ്കിൽ ബൈനറി 2, 3 ഉണ്ടെങ്കിൽ 1. ഇങ്ങനെയാക്കി മാറ്റേണ്ടതായിട്ട് വരും. ഇതാണ് ഇവിടെ ചെയ്യേണ്ടത്. ഇതൊക്കെ എങ്ങനെ ഇവിടെയും ലോജിക് സർക്യൂട്ട് ആണ് യൂസ് ചെയ്യുന്നത്. ഇത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ലോജിക് സർക്യൂട്ട് ഓർ ഗേറ്റ് ആണ് അല്ലെ? ഓർ ഗേറ്റും ഹാർഡ്വെയർ കണക്ഷനും വെച്ചിട്ട്. അപ്പൊ 0 നമുക്കൊരു വലിയ പ്രശ്നമൊന്നുമല്ല. 0 എങ്ങനെ വേണേലും കണക്ട് ചെയ്ത് കൊടുക്കാം. ബാക്കിയുള്ളതൊക്കെ എങ്ങനെ വരും നോക്കാം. ഇതിപ്പോ ബൈനറി ടു ഡെസിമൽ ഡെസിമൽ ടു ബൈനറി എൻകോഡർ. ഡെസിമൽ ടു ബൈനറി എൻകോഡർ എങ്ങനെ വരയ്ക്കും നോക്കാം. ഇവിടെ കമ്മ്യൂണിക്കേഷൻ ഇലക്ട്രോണിക് ലൈൻ വേണം. പല രീതിയിൽ വരയ്ക്കാം. ഇത് കറണ്ട് പാസ് ചെയ്യുന്ന ലൈനാണ്, 0th ലൈനാണ്. ഇവിടെ നിങ്ങൾക്ക് സ്വിച്ച് കൊടുക്കാം. ഒന്നുകിൽ ഇതാ ഇങ്ങനെ ടാപ്പ് ചെയ്യുന്ന സ്വിച്ച് കൊടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ വരച്ചിട്ട് T സ്വിച്ച് വേണമെങ്കിലും കൊടുക്കാം. താഴേക്ക് പുഷ് ചെയ്ത് കൊടുക്കാം. th ലൈന് ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് അല്ലെ? ഇതിന് എത്ര ഓർ ഗേറ്റ് വേണ്ടി വരും? 2 ഓർ ഗേറ്റ് വേണ്ടി വരും. അല്ലെ? ഇപ്പൊ 0ന് കണക്ഷൻ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പൊ ഇവിടെ ഓട്ടോമാറ്റിക്കലി എന്ത് വരും? 0 വരും അല്ലെ? ഒരു കണക്ഷനും ഇല്ലെങ്കിൽ 0 ആണ്. എപ്പം? ഈ സ്വിച്ച് ഇവിടേക്ക് കണക്ട് ചെയ്യുന്ന സമയത്ത്, ഇങ്ങോട്ടേക്ക് കണക്ട് ചെയ്യുന്ന സമയത്ത്. ഇനി ഈ ലൈനാണ് എനേബിൾ ആവുന്നെങ്കിൽ നമുക്ക് കിട്ടേണ്ടത് 1 ആണ്. അപ്പൊ നമുക്ക് എങ്ങോട്ട് കണക്ട് ചെയ്യും? അതായത് 1. 2 ആണെങ്കിൽ ത്രീ ആണെങ്കിലോ?
ഈ സ്വിച്ച് ആണ് ഡൗൺ ആവുന്നതെന്ന് വിചാരിക്കാം. ഈ ഫസ്റ്റ് ലൈൻ ഓൺ ആവുന്ന സമയത്ത് ഇവിടുന്ന് ഇങ്ങോട്ടൊരു കണക്ഷൻ പോവും. ഇതിന്റെ ഔട്ട്പുട്ട് ഓർ ഗേറ്റിന്റെ ഔട്ട്പുട്ട് ഹൈ ആവും, ഇവിടെ 0 വരും. എന്ത് പറ്റി? ബൈനറി 0 1. ഈ രണ്ടാമത്തെ ലൈൻ ആണെന്നുണ്ടെങ്കിലോ എവിടെ മാത്രമേ കണക്ഷൻ ഉള്ളൂ? രണ്ടാമത്തെ ലൈനില് ഇവിടെ മാത്രമേ കണക്ഷൻ ഉള്ളൂ. അപ്പൊ ഈ ഓർ ഗേറ്റ് ഹൈ കാണിക്കും, ഇവിടെ 0 കാണിക്കും. ഈ മൂന്നാമത്തെ ലൈനാണ് കണക്ഷൻ പോകുന്നതെങ്കിൽ രണ്ട് ഓർ ഗേറ്റ് എന്ത് കാണിക്കും? ഹൈ കാണിക്കും. ഇപ്പൊ BCD ടു ഡെസിമൽ ടു BCD എൻകോഡർ ആണ് വേണ്ടതെങ്കിൽ 4 ഓർ ഗേറ്റ് വെച്ചിട്ട് എത്ര ലൈൻ വരും? 10 ലൈൻ ഇതുപോലെ വരയ്ക്കേണ്ടി വരും. 0 to 9 10 ലൈൻ വരച്ച് ഇത് പൂർത്തിയാക്കണം. ഇതാണ് ഡയഗ്രാം. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എല്ലാരെയും വരച്ചിട്ടുണ്ട് ഇവിടെ. ഡീകോഡർ ഒന്ന് തിരിച്ചു വെച്ച് നോക്കിയാലും ആൻസർ കിട്ടുന്നുണ്ട്. മൾട്ടിപ്ലക്സർ. പിന്നെ വരുന്നത് പ്രോഗ്രാമബിൾ ലോജിക് അറേയാണ്. ഇതൊരു ടൈപ്പ് ഓഫ് മെമ്മറിയാണ്. ഡേറ്റ സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യും. ഇതിന്റെ കണക്ഷൻ വരുന്നത് ആൻഡ് ഓർ നോട്ട് വെച്ചിട്ടാണ് വരിക. യൂസ്ഡ് ടു ഫാബ്രിക്കേറ്റ് കൈൻഡ് ഓഫ് ലോജിക് സർക്യൂട്ട്. ഇത് ഇമ്പോർട്ടന്റ് ആണ്. ഇത് സാധാരണഗതിയിൽ വർക്ക് ചെയ്യുന്നത് സം ഓഫ് പ്രോഡക്റ്റ് ഇംപ്ലിമെന്റേഷന് വേണ്ടിയിട്ടാണ് സാധാരണ യൂസ് ചെയ്യുക. പിന്നെ റോം, റീഡ് ഓൺലി മെമ്മറി. ഇതൊരു 2 to 4 ഡീകോഡർ ആവണ്ടോ. നമ്മൾ പഠിച്ച ഡീകോഡറിന്റെ ഒരു ആപ്ലിക്കേഷൻ ഉണ്ടോ? യൂസർ കൊടുക്കുന്ന അഡ്രസ്സിന് യൂസർ 2 ബിറ്റുള്ള അഡ്രസ്സ് കൊടുത്തു കഴിഞ്ഞാൽ അതിനെ 4 ഡിഫറെന്റ് കോമ്പിനേഷൻസ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഡീകോഡറിനും പറ്റും. 2 to 4 ഡീകോഡർ ആണ് ഇവിടെ കിടക്കുന്നത്. അപ്പം A കൊടുത്താൽ 0 0 0 1 1 0 1 1. അതനുസരിച്ച് എന്ത് ചെയ്യാൻ പറ്റും? ഈ റോമിന്റെ ഏത് സെല്ലാണ് എനേബിൾ ചെയ്യുന്നത് ഉണ്ടോ, ഇതനുസരിച്ച് നിങ്ങൾക്ക് ഈ സെല്ലിന് അല്ലെങ്കിൽ മെമ്മറി ലൊക്കേഷൻ ഫൈൻഡ് ചെയ്യാന്നൊക്കെ പറയില്ലേ, ഫെച്ച് ദ മെമ്മറി. നിങ്ങൾ ഏതെങ്കിലും പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് പഠിച്ചിട്ടുണ്ടാവും. എന്നിട്ട് മെമ്മറി ഫെച്ച് എന്ന് പറഞ്ഞൊരു വാക്ക് പഠിച്ചിട്ടുണ്ട്. മെമ്മറി ഓപ്പറന്റ് റീഡ് ചെയ്യുക. ആ ഓപ്പറന്റ് റീഡിങ് ഒക്കെ നടക്കുന്നത് സെൽ അഡ്രസ് കൊടുത്തിട്ടായിരിക്കും. ആ സെൽ അഡ്രസ്സിന് ഇങ്ങനെ റീഡ് ചെയ്തെടുക്കാൻ പറ്റും. കേട്ടോ? ഇതിപ്പോ 0 0 എന്ന് പറയുന്ന അഡ്രസ്ഡ് ലൊക്കേഷനിൽ 1 0 എന്ന് പറഞ്ഞൊരു വാല്യൂ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. 0 1 സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന വാല്യൂ കേട്ടോ 0 0. ഇതും തമ്മിൽ ഒരു ബന്ധമില്ല. ഇത് അതിന്റെ ഡേറ്റയാണ്, ഇതതിന്റെ അഡ്രസ്സുമാണ്. സമ്മറി ഒക്കെ വായിച്ചു നോക്കണം. ഈ സീക്വൻഷ്യൽ ലോജിക്കാണ്, ഫ്ലിപ്പ് ഫ്ലോപ്പും കാര്യങ്ങളും നാളെ എടുത്തു തരാം. എന്റെ ത്രോട്ട് ശരിയല്ല. ഇന്നിപ്പോ ഇത്രയും നന്നായിട്ട് പഠിച്ചു വെക്കുക. ഫ്ലിപ്പ് ഫ്ലോപ്സ് ഒക്കെ അടുത്ത ദിവസം എടുത്തിട്ട് ഇച്ചിരി ഫാസ്റ്റ് ആയിട്ട് പോയി കൂടെ കൂട്ടിയെടുക്കാം. വിഷമിക്കൊന്നും വേണ്ട. ഓക്കെ, താങ്ക് യു.